ആരാണ് തഹാവൂർ റാണ? റാണയെ ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ നിയമ നടപടികളായിരിക്കും കേന്ദ്രവും NIAയും എടുക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ 2008 നവംബർ 26 ഭീകരാക്രമണത്തിൽ നടുങ്ങിയത് ഓർക്കുന്നുണ്ടോ? 60 മണിക്കൂറോളം നീണ്ട ഈ ആക്രമണം രാജ്യത്തെ നടുക്കിയത് നമുക്കറിയാം. ആ ആക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ പ്രധാനിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് വിട്ടുകിട്ടിയിരിക്കുന്ന തഹാവൂർ റാണ. തഹാവൂർ റാണ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായി കൂടിയാണ്. പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായ റാണയ്ക്ക് ലഷ്കർ അടക്കം ഭീകര സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. ഹെഡ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയതും റാണയുടെ സ്ഥാപനമാണ്. റാണ 2009 ഷിക്കാഗോയിൽ അറസ്റ്റിലായിരുന്നു. ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് റാണയെ കൈമാറാൻ US 2023 തീരുമാനിച്ചു. ഇതിനെതിരെ US വിവിധ കോടതികളിൽ റാണ നൽകിയ അപ്പീലുകൾ തള്ളുകയും പിന്നീട് റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ കഴിഞ്ഞ ജനുവരി 25 US സുപ്രീം കോടതി അനുമതി നൽകുകയായിരുന്നു. ഇനി റാണയുടെ ആദ്യകാലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു സമ്പന്ന കുടുംബത്തിലാണ് റാണ ജനിച്ചത്. ഇസ്ലാമാബാദിൽ വളർന്നു. ഹസൻ അബ്ദൽ കേഡറ്റ് കോളേജിൽ പഠിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ദാവൂദ് ഗിലാനി എന്നറിയപ്പെടുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കണ്ടുമുട്ടുകയും അദ്ദേഹവുമായി അടുത്ത സൗഹൃദത്തിലാകുകയും ചെയ്തത്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ മുഖ്യപ്രതികളാണ് ഹെഡ്ലിയും റാണയും. തൊഴിൽപരമായി ഒരു ഡോക്ടറായിരുന്നു റാണ. കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം പാകിസ്ഥാൻ ആർമിയിലെ ആർമി മെഡിക്കൽ കോർപ്പിൽ ചേർന്നു. പാകിസ്ഥാൻ ആർമിയിൽ ഏതാനും വർഷങ്ങൾ സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1997 മേജറായി വിരമിച്ചു. വിരമിച്ച ശേഷം റാണ പാകിസ്ഥാനിൽ നിന്ന് കാനഡയിലേക്ക് കുടിയേറി കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു. കാനഡയിൽ നിന്ന് റാണ പിന്നീട് US ചിക്കാഗോയിലേക്ക് കുടിയേറി. അവിടെ ഒരു ഇമിഗ്രേഷൻ ആൻഡ് വിസ ഏജൻസിയും ഒരു ഹലാൽ കശാപ്പുശാലയും അയാൾ ആരംഭിച്ചിരുന്നു. ഇനി മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് റാണയുടെ പങ്കെന്താണെന്ന് നോക്കാം. ഇന്ത്യൻ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം മുംബൈയിൽ ഭീകരാക്രമണം നടത്താനുള്ള ഗൂഢാലോചന 2005 തന്നെ ആരംഭിച്ചിരുന്നു. ലഷ്കർ-ഇ-തോയ്ബ നേതാവ് സാജിദ് മിർ, പാകിസ്ഥാൻ പൗരനായ മേജർ ഇക്ബാൽ എന്നിവർ ഹെഡ്ലിയെ കുടുക്കിയത് ഹെഡ്ലിയും മറ്റൊരു മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനുമാണ്. റാണ തൻ്റെ ഇമിഗ്രേഷൻ ഏജൻസി നൽകുകയും മുംബൈയിലെ ടാർഡിയോയിൽ ഒരു ശാഖ തുറക്കുകയും ചെയ്തിരുന്നു. 2006 2008 ഇടയിൽ ഹെഡ്ലി മുംബൈയിലേക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഓഫീസായിരുന്നു ഇത്. ഹെഡ്ലി മുംബൈയിലേക്ക് 5 യാത്രകൾ നടത്തി. ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളും അന്വേഷിച്ചു. മിർ, റാണ, മേജർ ഇക്ബാൽ തുടങ്ങിയവർക്ക് GPS കോർഡിനേറ്റുകൾ കൈമാറിയ ശേഷമാണ് ഹെഡ്ലി ഈ സ്ഥലങ്ങൾ ഉപയോഗിച്ചത്. മുംബൈ ഭീകരാക്രമണം നടത്തിയ 10 ലഷ്കർ-ഇ-തോയ്ബ ഭീകരർക്ക് ഈ കോർഡിനേറ്റുകൾ കൈമാറി. ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാണ മുംബൈ സന്ദർശിക്കുകയും രാജ്യത്തെ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് യാത്രകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ റാണയെ ഇന്ത്യക്ക് കൈമാറുമ്പോൾ മുംബൈ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനക്കാർ, കൈകാര്യം ചെയ്തവർ, ബുദ്ധികേന്ദ്രങ്ങൾ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ സഹായിക്കും. സാമ്പത്തിക തലസ്ഥാനങ്ങൾ ആക്രമിച്ച 10 ലഷ്കർ-ഇ-തോയ്ബ ഭീകരരെ സഹായിച്ചതിൽ പാകിസ്ഥാൻ ഏജൻസികളുടെയും സൈന്യത്തിൻ്റെയും മറ്റുള്ളവരുടെയും പങ്ക് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായേക്കാം. ഇനി ഇതുവരെ പേര് പുറത്തുവരാത്ത മറ്റ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന വിവരങ്ങളും റാണ പുറത്തു കൊണ്ടുവന്നേക്കാം. US കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ നാടുകടത്താൻ ഉത്തരവിട്ട ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേസിൽ അദ്ദേഹം പ്രതിയാണ്. മുംബൈ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് റാണയ്ക്കെതിരായ പ്രാഥമിക കേസ് മുംബൈ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലുമുണ്ട്. കേസിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളും 6ാം പ്രതിയുമാണ് ഇയാൾ. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ ഹെഡ്ലി ഇപ്പോൾ US കസ്റ്റഡിയിലുമാണ്.
ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നത് തടയാനുള്ള എല്ലാ നിയമപരമായ മാർഗങ്ങളും അവസാനിച്ചതിനെ തുടർന്നാണ് റാണയെ ഇപ്പോൾ US-ൽ നിന്ന് നാടുകടത്തിയത്. ഇപ്പോൾ ഇന്ത്യയിലെത്തിയ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉടൻ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോകും. NIA ഓഫീസിലേക്കുള്ള യാത്ര അതീവ രഹസ്യമായിരിക്കും. കൂടാതെ റാണയ്ക്ക് കമാൻഡോ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെത്തിയ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉടൻ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഡൽഹി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം മുംബൈയിലേക്ക് കൊണ്ടുപോകും. NIA ഓഫീസിലേക്കുള്ള യാത്ര അതീവ രഹസ്യമായിരിക്കും. കൂടാതെ റാണയ്ക്ക് കമാൻഡോ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെത്തുന്ന റാണയെ തിഹാർ ജയിലിലേക്ക് മാറ്റുമെന്നാണ് റിപ്പോർട്ട്.